തെളിയുന്ന വഴികൾ പറയും നായകൻ നീ. രുധിരം പടരും പുന്നപ്രവയലാറിൻ കണ്ടായി കരളായി നിറയുന്നു നീ. നെടുനായകൻ രണധീരനായി അടരാടുവാൻ പടയാളിയായി തൊഴിലാളിതൻ ചങ്ങാതിയായി ജനമനസ്സിലമരനിവനായി. തീയിൽ തളിർത്തു വരും നാം പാടവൻ, തോക്കിൻ മുനത്തുമ്പിൽ തോൽക്കാത്തവൻ. സകലമാലോക ഒന്നാകെ ചേരുന്നു നീലേ പിന്നോരം പാറുന്നു ഈ ചെങ്കൊടി. പക്ഷേ സമീപകാല ചരിത്രത്തിൽ കാണാത്തത്രയും വലിയൊരു ചരിത്രയാത്രയാണ് VS നടത്തുന്നത്. ഈയൊരു മനുഷ്യമതിൽ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ തുടരുകയാണ്. ഈ രാത്രിയും 2 മണിക്ക് ദർബാർ ഹാളിൽ നിന്ന് തുടങ്ങിയ വിലാപയാത്രയാണ്. ഇപ്പോൾ സമയം 8 മണിയോട് അടുക്കുമ്പോഴും തിരുവനന്തപുരം നഗരാതിർത്തി കടന്നിട്ടില്ല വിലാപയാത്ര. ഇപ്പോഴും ഒരുപാട് ആളുകൾ, സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ, യുവതികൾ എല്ലാവരും റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി മനുഷ്യമതിൽ തീർത്ത് VSനെ കാത്തിരിക്കുകയാണ്. VSനെ യാത്രാമൊഴി ചൊല്ലാൻ കാത്തിരിക്കുകയാണ്. ഈ കാഴ്ചകൾ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പാണ്. വിട്ടറോഡേക്ക് നമ്മൾ എത്തുന്നതേയുള്ളൂ. എന്നിട്ടും ആളുകൾ കാത്തിരിക്കുന്നു. ജനസാഗരം അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യമതിൽ തീർത്ത കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിപ്ലവ സൂര്യന് ഈ സായാഹ്നം വിട നൽകുമ്പോൾ കേരളം കാത്തിരിക്കുന്ന VS അച്യുതാനന്ദൻ്റെ അന്ത്യയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ആലപ്പുഴയിൽ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുമ്പോൾ കേരളം ഇപ്പോഴും VSനെ വിട്ടുതരില്ല എന്ന് പറയുന്ന മനുഷ്യരെയാണ് കാണുന്നത്. ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്ന് ചങ്കുപൊട്ടി അവർ വിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതാണ് നമ്മൾ കേൾക്കുന്നത്. ഇനി ഏറെ ദൂരം പിന്നിടാനുണ്ട്. 134 കിലോമീറ്റർ ദൂരം ഇനി ബാക്കി നിൽക്കുന്നു. പിയാസന് കഷ്ടിച്ച് 16 കിലോമീറ്റർ ദൂരമാണ് പിന്നിട്ടിരിക്കുന്നത്. ഇനി 134 കിലോമീറ്റർ ദൂരം പിന്നിടണം. ഈ രാത്രിയുടെ നീളം അതിന് പോരാ. നാളെ ഒരുപക്ഷെ പുലർന്നാൽ മറ്റൊരു സൂര്യൻ ഉദിക്കുമ്പോൾ വിപ്ലവ സൂര്യനുമായിട്ടുള്ള ഈ യാത്ര ഒരുപക്ഷെ ആലപ്പുഴയുടെ അതിർത്തിയിലേക്ക് കടന്നേക്കാം. നമ്മുടെ ചില കമൻറ്റുകൾ ചില മനുഷ്യരിടുന്നുണ്ട്. ഇതാണ് തിരുവനന്തപുരത്ത് നിങ്ങൾ കണ്ടതെങ്കിൽ അക്ഷരാർത്ഥത്തിൽ മഹാസമുദ്രത്തെ കാണണമെങ്കിൽ ആലപ്പുഴയിലേക്ക് വരൂ എന്നാണ്. ആലപ്പുഴ VSന്റെ തട്ടകമാണ്. 1957 അമ്പലപ്പുഴയിൽ നിന്ന് 1957 EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയിൽ 9 MLA കൊടുത്ത ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുടെ പേരാണ് VS. അന്ന് ആലപ്പുഴ ജില്ലയിലെ പ്രവർത്തകരെ ഏകോപിപ്പിച്ച ആലപ്പുഴ ഡിവിഷണൽ ജില്ലയുടെ സെക്രട്ടറിയായി ചുമതലയേറ്റ് VS 5 വർഷത്തിനുള്ളിൽ തന്നെ ആ മായാജാലം സൃഷ്ടിച്ചു. നിർണായകമായ 7 MLA അന്ന് EMSന്റെ മന്ത്രിസഭയിലേക്ക് ആലപ്പുഴ ജില്ല പകർന്നു നൽകിയത് കൊടുത്തത്. അതിനുശേഷം കുട്ടനാട്ടെ കർഷകരെ സംഘടിപ്പിക്കാൻ പോകുമ്പോൾ നോക്കൂ, 1943 കുട്ടനാട്ടെ കർഷകരെ സംഘടിപ്പിക്കാനായിട്ട് കുട്ടനാട്ടിലെ കർഷകരെ സംഘടിപ്പിക്കാൻ വേണ്ടി VS പോകുന്ന സമയത്ത് കുട്ടനാട്ടിലെ കർഷകരെ സംഘടിപ്പിക്കാൻ വേണ്ടി VS പോകുമ്പോൾ അവിടെ ആ കർഷകർക്ക് രാഷ്ട്രീയ സാക്ഷരതയൊന്നും ഉണ്ടായിരുന്നതേയില്ല. തമ്പ്രാക്കന്മാരോട് അടിയാന്മാരോട് ഒക്കെ എന്താണ് പറയേണ്ടത് എന്നതറിയാതെ പകച്ചുപോയ നേതൃത്വത്തിന് VS അവരുടെ അധ്യാപകനായിത്തീരുന്നു. അവരോട് പറയുന്നു, തമ്പ്രാക്കന്മാരെ വിളിക്കരുത് എന്ന് ഞങ്ങളോട് പറയുന്ന ഒരു നേതാവ് വന്നിട്ടുണ്ട് എന്ന് VSനെതിരെ സംഘടിച്ചെത്തിയ തൊഴിലാളി വർഗത്തോട് VS 5 മാസം കൊണ്ട് പറഞ്ഞത് ഒരു രാഷ്ട്രീയമായിരുന്നു. നിങ്ങൾ സംഘടിച്ച് ശക്തരായാൽ തൊഴിലാളിയുടെ ആത്മാഭിമാനം ഉയരും എന്നാണ് VS പറഞ്ഞു വെച്ചത്. അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ആ തലയുയർത്തി നിൽക്കുന്ന VSനെ, തലയുയർത്തി നിൽക്കുന്ന തൊഴിലാളിക്ക് ആത്മാഭിമാനം കൊടുക്കുന്ന ഒരു തൊഴിലാളിയായി ഒരു കർഷകനെ മാറ്റിയതിന് പിന്നിൽ VSന്റെ മാജിക്കുണ്ട്. VSന്റെ മാന്ത്രികത എവിടെയൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അത് മാന്ത്രികതയെന്ന് പറയാൻ കഴിയില്ല. മാർക്സിസം എന്ന് പറയുന്ന ദർശനത്തെ പ്രായോഗികതയിലേക്ക് നിരൂപിക്കുന്ന രാഷ്ട്രീയ പോരാളികളുടെ
തെളിയുന്ന വഴികൾ പറയും നായകൻ നീ. രുതിരം പടരും ഉന്നപ്രവയലാറിൻ കണ്ടായി കരളായി നിറയുന്നു നീ. നെടുനായകൻ രണധീരനായി അടരാടുവാൻ പടയാളിയായി തൊഴിലാളിതൻ ചങ്ങാതിയായി ജനമനസ്സിലമരനിവനായി. തീയിൽ തളിർത്തു വരും നാം ബാണവൻ, തോക്കിൻ മുനത്തുമ്പിൽ തോൽക്കാത്തവൻ. സകലമാലോക ഒന്നാകെ